Hello, good morning, good afternoon, good evening, my students and parents. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഫോർ മൈ ഡിയർ പാരൻസ്. യുനോ ഞാൻ അബാക്കസ് ടീച്ചറാണ്. അബാക്കസ് ടീച്ചിങ് കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ് അബാക്കസ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് വീട്ടിലിരുത്തി പഠിപ്പിക്കണോ എന്നുള്ളത്. ശരിക്കും അബാക്കസ് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് അല്ലേ? അപ്പോൾ സ്കിൽ അവരുടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ മെയിനായിട്ട് നമ്മുടെ പാരൻസ് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഇപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ, LKG മുന്നേ പഠിക്കുന്നവർ, LKG UKG കുട്ടികൾ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുള്ള കുട്ടികളൊക്കെ ആദ്യത്തെ ഒരു 1-2 ക്ലാസ് അവർക്ക് ഇങ്ങനെ ഇടയിൽ ലാഗൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഡൗട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ ഡൗട്ടൊക്കെ വരുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള 1-2 കാര്യം മാത്രം പാരൻസ് പറഞ്ഞു കൊടുത്താൽ മതി. വെറും 1-2 കാര്യങ്ങൾ മാത്രമാണ് പാരൻസിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ കുട്ടികൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. അതാണ് അബാക്കസ് കോഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വശം. ദിസ് ഇസ് എ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ്. അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്കില്ലുകൾ ഇമ്പ്രൂവ് ആവുമെന്ന് പറയുന്നുണ്ടല്ലോ, ലൈക്ക് ലേണിംഗ് സ്കിൽ, ലിസണിങ് സ്കിൽ, കോൺസെൻട്രേഷൻ, സ്പീഡ്, ആക്യുറസി പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഒരു തുടക്കമാണ് അവർ ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അബാക്കസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ഇത് ജൂനിയർ അബാക്കസ് ആണ് ആൻഡ് ദിസ് ഇസ് ദ സീനിയർ അബാക്കസ്. അപ്പോൾ നമ്മൾ അബാക്കസിൽ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, ഇത് എങ്ങനെയാണ് സെറ്റ് 0 ചെയ്യേണ്ടത് എന്നാണ്. ഓക്കെ, നമ്മൾ സെറ്റ് 0 ചെയ്യേണ്ടത്, അബാക്കസ് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിക്കണം. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് അബാക്കസ് പിടിക്കുക എന്നുള്ളത്. അബാക്കസ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൻ്റെ സ്മോൾ ഫിംഗറും എന്താ പറയുക റിംഗ് ഫിംഗറും കൂടെ പിടിച്ച്, അതുപോലെ തന്നെ തമ്പും കൂടെ ക്രോസ് ഇങ്ങനെ പിടിച്ച് ഈ 2 ഫിംഗേഴ്സ് ഫ്രീ ആക്കി വയ്ക്കണം. ഓക്കെ, ഇൻഡെക്സ് ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ ഫ്രീ ആക്കി വെക്കണം. അതിനുശേഷം ഇത് ടേബിളിൻ്റെ മുകളിൽ വെള്ളം വെക്കാൻ വേണ്ടിയിട്ട്, അതിനുശേഷം നമ്മൾ ഒരു പെൻസിലോ എന്തെങ്കിലും പെൻസിലാണല്ലോ കുട്ടികൾ ഏറ്റവും കൂടുതൽ എടുക്കുക, പെൻസിലോണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നിർബന്ധിക്കണം. പിന്നെ പെൻ നമ്മൾ കൈ പിടിച്ചു, അതിനുശേഷം നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും അതുപോലെ തന്നെ തമ്പും ഇങ്ങനെ വെക്കണം. ഓക്കെ, ഈ 2 ഫിംഗേഴ്സും ക്രോസിന് വന്നിട്ട് വാല്യൂ ബാറാണ് ഈ കാണുന്ന സാധനം. ഓക്കെ, ഇതാണ് അബാക്കസിൻ്റെ വാല്യൂ ബാർ. അബാക്കസ് ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. 5 എന്നാണ് ഈ ബീഡ്സ് ഒക്കെ. അപ്പോൾ ഇത് മുകളിലായിരിക്കണം. അപ്പോൾ അബാക്കസ് ഇങ്ങനെ ടേബിളിൽ വെച്ചു, കൈ ഇങ്ങനെ കൊണ്ടുവന്നു, റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് നമ്മൾ അബാക്കസിൻ്റെ ബീഡ്സിനെ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളിങ്ങനെ നീക്കുമ്പോൾ മുകളിലത്തെ ബീഡ്സ് മുകളിലേക്കും താഴത്തെ ബീഡ്സ് താഴേക്കും വരും. ഓക്കെ, ദിസ് ഇസ് കോൾഡ് സെറ്റ് 0. നമ്മൾ സെറ്റ് 0 ആക്കിയിട്ട് സെറ്റ് ചെയ്തു. ഇനി വൺസിൻ്റെ റോഡാണ്, ഈ മിഡിലിൽ വരുന്ന റോഡാണ് വൺസിൻ്റെ റോഡ് എന്ന് പറയുന്നത്. ഈ വൈറ്റ് ഡോട്ട് ഒക്കെ പ്ലേസ് വാല്യൂസ് ആണ്. ഓക്കെ, ഇതിലും അതേപോലെ തന്നെ വൺസിൻ്റെ റോഡാണ് ഈ മിഡിലിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റ് 0 നമ്മളെങ്ങനെ ചെയ്യുക വെച്ചാൽ ഇങ്ങനെ സെറ്റ് 0 ചെയ്തു. അപ്പോൾ മുകളിലത്തെ ബീഡ്സ് മുകളിലേക്ക്, താഴത്തെ ബീഡ്സ് താഴത്തേക്കും വന്നു. ഓക്കെ, അതാണ് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനുള്ളത്. ഇനി ഞാൻ അടുത്തത് പറഞ്ഞു കൊടുക്കാനുള്ളത് കൗണ്ടിങ് ആണേ. നമ്മൾ സെറ്റ് 0 ചെയ്തതിന് ശേഷം ഇത് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എങ്ങനെ ചെയ്യാണ്. നമ്മൾ കൗണ്ടിങ് ആണ്. ഇതിൽ മെയിനായിട്ട് വരുന്നത് 5ൻ്റെ ഒരു ഡൗട്ടാണ് വരുന്നത്. വേറെ ഒരുപാട് ഡൗട്ട്സ് ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല. 5ൻ്റെ ഒരു ഡൗട്ട് മാത്രമാണ് വരാനുള്ളൂ. അപ്പോൾ 1 2 3 4. ഓക്കെ, ഇതാണ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് കോൾഡ് 4. ഓക്കെ, ആൻഡ് ദിസ് ഇസ് 5. വൺസ് റോഡിൽ തന്നെ മുകളിലുള്ളതാണ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ദിസ് ഇസ് 6 7 8 ആൻഡ് 9. ടോട്ടൽ 9 ബീഡ്സ് ആണ്. അപ്പോൾ ഇതെന്താണ് 9 ആണ്. അപ്പോൾ ഇത്രയാണ് കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇപ്പോൾ നോക്കി നോക്ക്, 1ൻ്റെ കൂടെ നമ്മൾ 2 ആഡ് ചെയ്തു, ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ചെയ്യുന്നില്ല. 5ൻ്റെ കൂടെ നമ്മൾ 2 ആഡ് ചെയ്തു, അത് പറഞ്ഞു കൊടുക്കാൻ ചെയ്യുന്നില്ല. 7 നമ്മൾ 2 ലെസ് ചെയ്തു പറഞ്ഞാൽ ഓക്കെ ഇങ്ങനെ. അതുപോലെ തന്നെ 8 നമ്മൾ 1 ലെസ് ചെയ്തു പറഞ്ഞാൽ ഇങ്ങനെ.
7ൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്ത് പറഞ്ഞാൽ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് ഈ അബാക്കസ് പഠിക്കാത്ത അമ്മമാർക്ക് അച്ഛന്മാർക്ക് അവർക്ക് അത് അറിയുന്നുണ്ടായിരിക്കില്ല എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കണമെന്ന്. സോ ഇത്രയാണ് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ കാര്യവും നമ്മുടെ കുട്ടികൾ തന്നെ ചെയ്യിക്കുന്നതാണ്, അവരെ അതിനുള്ള വില്ലിങ്ങിലേക്ക് എത്തിക്കുന്നതാണ്. സോ നമ്മുടെ അബാക്കസിലേക്കുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെക്കേഷനൊക്കെ വരാൻ പോവാണല്ലോ, സമ്മർ ക്യാമ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വെക്കേഷൻ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മന്ത്സിലേക്കാണ് വെക്കേഷൻ കോഴ്സ് വരുന്നത്. അതിൻ്റെ എൻക്വയറീസ് എടുക്കാം. അതുപോലെ തന്നെ റെഗുലർ കോഴ്സ് വീക്ക്ലി വൺസ് ആണ് ക്ലാസ് വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ എൻക്വയറീസ് എടുക്കാൻ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.